അപ്പോൾ യഥാർത്ഥത്തിൽ കുറേ റോങ് ആയിട്ടുള്ള റിക്രൂട്ടിംഗ് നടക്കുന്നു എന്നാണ് വി എ ഗിരീഷ് നമ്മോട് പറയുന്നത്. വി എ ഗിരീഷ് തത്സമയം ചേരുന്നുണ്ടോ വിജയകുമാർ? ഇല്ല, നമ്മൾ വി എ ഗിരീഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് നമുക്ക് കാണാം. ആ റിപ്പോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. പ്ലീസ് പ്ലേ. എനിക്കൊരു വയ്യാഴിയൊക്കെ ആയിട്ട് ഒത്തിരിയും പൈസയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. തുടർന്ന് പഠിപ്പിക്കാൻ അത്രയും പൈസ ലോണൊക്കെ എടുത്താണ് എൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഒരുപാട് പൈസ ലക്ഷങ്ങൾ ചിലവായതാണ്. അച്ഛൻ റബ്ബർ വെട്ടാൻ പോകും, ക്യാഷ് ഫാക്ടറിയിലാണ് ജോലി. അച്ഛൻ അന്നന്ന് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ജീവിച്ചു പോണേ. എൻ്റെ വീട്ടിൽ ഞാനും അമ്മയും അച്ഛൻ ഉപേക്ഷിച്ചിട്ട് പോയത്. അപ്പം അമ്മ മാത്രമേ ഉള്ളൂ. പലിശയൊന്നും ഇല്ലാതെ ലോൺ തരാമെന്നുള്ള രീതിയിലാണ് പോയത്. ഇത് നന്ദനയുടെയും ആവണിയുടെയും റിജുവിൻ്റെയും മാത്രം അവസ്ഥയല്ല. +2 പാസ്സായി ഉപരിപഠനത്തിനായി കാത്തിരിക്കുന്നവരെ കൊടുക്കാൻ വലവിരിച്ച് കാത്തിരിക്കുന്ന നിരവധി സംഘങ്ങളാണുള്ളത്. രക്ഷിതാക്കളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും ഈ സംഘങ്ങൾക്ക് പ്രശ്നമേ അല്ല. മക്കൾ പഠിച്ച് ജോലി ലഭിച്ചാൽ ബുദ്ധിമുട്ടുകൾ തീരുമെന്ന രക്ഷിതാക്കളുടെ പ്രതീക്ഷയാണ് ഇവർ ചൂഷണം ചെയ്യുന്നത്. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അടൂർ മണക്കാലയിലെ അതുല്യയുടെയും പിതാവ്. വർഷങ്ങളായി അതുല്യയും മാതാപിതാക്കളും താമസിക്കുന്നത് ഈ വീട്ടിലാണ്. 4 മരത്തൂണുകളിൽ ടാർപ്പ പിടിച്ചു കെട്ടി ചുമരുകളാക്കിയിരിക്കുന്നു. ഇതുതന്നെ പലയിടത്തായി കീറിയത്. വീടിന്റെ മേൽക്കൂരയും അതേ രീതിയിൽ തന്നെ. ഒരു അടിസ്ഥാന സൗകര്യവുമില്ലാത്ത, സുരക്ഷിതത്വവുമില്ലാത്ത ഈ കൊച്ചുകൂരയിലാണ് ഒരു പെൺകുട്ടിയും അവളുടെ മാതാപിതാക്കളും താമസിക്കുന്നത്. ഒരു കാറ്റടിച്ചാൽ തകർന്നു വീഴുന്ന ഒരു കൊച്ചുകൂര. ലൈഫ് പദ്ധതിയുടെ പട്ടികയിൽ പേര് വന്നിട്ടുണ്ടെങ്കിലും ഒന്നുമായിട്ടില്ല. +2 കഴിഞ്ഞ ഈ പെൺകുട്ടിയെ കർണാടകയിൽ ഉപരിപഠനത്തിന് സ്കോളർഷിപ്പോടെ പഠിപ്പിക്കാമെന്ന വാഗ്ദാനമായിരുന്നു ഏജന്റിൻ്റെത്. അഡ്മിഷൻ എടുത്തു കഴിഞ്ഞിട്ട് ഇവർ പറയുന്നത് ലോൺ ശരിയാവുമെന്ന് തന്നെയാണ്. പിന്നെ എക്സാം ഒക്കെ ആയപ്പോഴത്തേന് നോഡി പേപ്പർ കാണിക്കണമെന്ന് പറഞ്ഞപ്പം ഇങ്ങനെ ചെയർമാനൊക്കെ വിളിച്ച് കുറേ വഴക്കൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെ ഞങ്ങൾ ട്രസ്റ്റ് ചെന്ന് അന്വേഷിച്ചപ്പം അത് പറഞ്ഞു അതിനൊരു ഓപ്പൺ ആക്കി തരാം എന്നൊക്കെ പറഞ്ഞു, എക്സാം ഫീസ് അടയ്ക്കാനുള്ളത്. അങ്ങനെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ ഓപ്പൺ ആക്കി. പക്ഷേ ഞങ്ങൾക്ക് ഫീസൊന്നും കയറിയിട്ടില്ല ഒന്നും. പിതാവ് അനിൽ വയറിംഗ് ജോലിക്ക് പോയാണ് വീട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതും മാസത്തിൽ ഏതാനും ദിവസങ്ങളാണ് ജോലി ലഭിക്കുന്നത്. എനിക്കാണ് വീട് പോലും ഇല്ല. ഞാനാണേലും മറയടിച്ചാണ് താമസിക്കുന്നത്. അപ്പം വീട് വെക്കണം, ഇവിടെ പഠിത്തം നടക്കണം. അങ്ങനെയുള്ള കണ്ടീഷനായപ്പോൾ നമുക്ക് ലോണല്ല ഒരു രക്ഷയില്ല. ലോൺ തന്നെ കിട്ടത്തില്ല എനിക്ക്. കാര്യം വീടില്ലാത്തതുകൊണ്ട്, വഴിയില്ലാത്തതുകൊണ്ടും ലോണും ആരും തരത്തില്ല. അങ്ങനെയാണ് അവർ ബാംഗ്ലൂരിൽ ലോൺ തരാമെന്നും പറഞ്ഞ് പഠിത്തം അങ്ങോട്ട് കൊണ്ടുപോയി. അനിൽ പലിശക്കെടുത്ത് നൽകിയത് 60,000 രൂപയാണ്. അതുമായി ഏജന്റ് മുങ്ങി. സർട്ടിഫിക്കറ്റുകളും മറ്റെല്ലാ രേഖകളും ഇപ്പോഴും ഏജന്റിന്റെ കയ്യിലാണ്. അഭിലാഷ് തൊഴുവങ്കോടിനൊപ്പം വി എ ഗിരീഷ്, 24 തിരുവനന്തപുരം. താങ്ക് യു വി എ ഗിരീഷ്.